ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നതാണ്. അതുകൂടാതെ വണ്ടി ജനറൽ സർവീസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചായിരുന്നു, പ്ലഗിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ചോക്ക് കേബിൾ ലോഡായതിന് ശേഷം പ്ലഗ് അടിച്ചു പോയതാണ് കംപ്ലൈൻറ്റ് കാണിച്ചത്. അപ്പോൾ നമ്മളത് പ്ലഗ് അഴിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പ്ലഗിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ അഡാപ്റ്റർ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അഡാപ്റ്ററിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വന്ന വയറുണ്ടല്ലോ HT കോയിലിലേക്ക് പോണത്, അതും അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡായിട്ടൊരു ഒടിയുന്ന രീതിയിലേക്ക് നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ കോയിൽ അസംബ്ലിയും പ്ലഗ് അഡാപ്റ്ററും പ്ലഗും കൂടി മാറ്റിയിടാം. അപ്പോൾ പിന്നീട് ആ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ചോക്കിൻ്റെ കേബിളായിരുന്നു പ്രശ്നം. ചോക്ക് കേബിൾ ലോഡായി കിടന്നായിരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അഴിച്ചിട്ടതിന് ശേഷമാണ് ഇത്രയും ഫ്രീ ആയി, ഇത്രയും വലിഞ്ഞ് കയറുന്നത്. അപ്പോൾ നമുക്ക് ചോക്ക് കേബിൾ മാറ്റിയിടാം. അതിന് ശേഷമാണ് നമുക്ക് ഈ പറഞ്ഞ രീതികളെ ചെയ്ത് കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും. ചോക്കായി നിൽക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്രോൾ കൂടുതൽ ഇറങ്ങി ചെല്ലും. കൂടുതലായിട്ട് ചെല്ലുന്ന പെട്രോളിനെ കത്തിക്കാനുള്ള ഇഗ്നീഷൻ കിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഷോർട്ടായി പോകണം. പിന്നെ നമുക്ക് സർവീസും കൂടി പറഞ്ഞത് പ്രകാരം നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കണേ. കമ്പനി ലൈൻഡർ തന്നെയാണ് കിടക്കുന്നത്. മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക. ബാക്കിലത്തെ ബ്രേക്ക് ഷൂ മാറ്റിയിടാം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ കംപ്ലൈൻ്റ് ആണ്. അത് ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. പിന്നെ എയർ ഫിൽട്ടർ പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. നമുക്കതൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. എയർ ഫിൽറ്റർ മാറ്റിയ കൂട്ടത്തിൽ പ്ലഗും മാറ്റിയാണ്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ചോക്ക് കേബിൾ ലോഡായി പോയതാണ് ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് വരാനുണ്ടായ കാരണം കേട്ടോ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബെൽറ്റാണ്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറിൻ്റെ ഭാഗം നോക്കുമ്പോൾ ചെറിയ തേമാന വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് നമ്മളുടെ വണ്ടി ഉപയോഗിക്കുന്ന ഏരിയ അനുസരിച്ചിട്ടാണ് ഈ CVT ക്ലച്ചിനകത്ത് ഈ കംപ്ലയിൻറ്റ്സ് വന്നതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. അത്യാവശ്യം നല്ല ലോഡ് വലിച്ചിട്ടുള്ള ഏരിയയാണ്, നല്ല രീതിയിൽ കയറ്റം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ വഴിക്ക് വരുമ്പോൾ ഈ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം മെയിൻ്റനൻസ് കാര്യങ്ങൾ വരാറുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓടണം വണ്ടികൾക്ക്. പിന്നെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഇവിടുത്തെ സ്പ്രിങ് കാര്യങ്ങളൊക്കെ പോയിട്ട് ഇങ്ങടേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോകാനായിട്ട് നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. കണ്ട അത് ബെൻഡെക്സ് മാറ്റിയിടാം. അതിപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ടൈമിലാണ് അഴിച്ചേക്കണത്. കാരണം എന്ന് വെച്ചാൽ ബെൻഡെക്സ് ഈ കണ്ടീഷനിൽ ഓടിക്കഴിഞ്ഞാൽ എന്തായാലും അത് പൊട്ടിപ്പോയി. ഇതൊക്കെ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അതല്ലെങ്കിൽ ഒക്കെ പൊട്ടിപ്പോയി അതിൻ്റെ വീലിൻ്റെ ഉള്ളിലേക്ക് പോവുക, ഓടുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീലിൻ്റെ ഉള്ളിലേക്ക് പോയാൽ പല്ലുകളൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് നമ്മൾ അഴിച്ച് ആ പിന്നുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ ഡാമ്പർ റബ്ബറുകൾ നമുക്ക് മാറ്റിയിടണം കേട്ടോ. കാരണം അത് അത്യാവശ്യം ആ ഷൂ വന്ന് അടിച്ചടിച്ച് ചതച്ചിൽ വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ബാക്കിലത്തെ പുള്ളി പോലെ വർക്ക് ചെയ്ത ഈ വീലാണ്. ഇതിൻ്റെ ഈ ഹോള് നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം ഓവലായൊരു ഷേപ്പിലാണ് നിൽക്കുക. അപ്പോൾ ഇത് ഈ കാണുന്നത് കറക്റ്റ് റൗണ്ട് ഷേപ്പാണ്, കറക്റ്റ് ഡ്രിൽ ചെയ്തിട്ട് റൗണ്ട് ഷേപ്പാണ്. പക്ഷേ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കണ്ട ഒരു സൈഡിലേക്ക് ഓവലായൊരു കണ്ടീഷൻ നിൽക്കുക. അത് ആ പിന്നിന് വന്നേക്കണ തേമാനമാണ്. അത് ഈ പിന്നൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് സൈഡ് കണ്ട. ആ പിന്നിന് വന്നേക്കണ തേമാനങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള റീസൺ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പണി കാണും. നമുക്കിത് ഇടയ്ക്ക് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്യേണ്ട പാർട്ടാണത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കംപ്ലൈൻറ്റൊക്കെ വരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടി കറക്റ്റ് നല്ല രീതിയിലുള്ള കയറ്റം കാര്യങ്ങളൊക്കെ ഉള്ള വഴിക്ക് ഓടണം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലോഡ് ഫുൾ ടൈം ലോഡ് എടുത്ത് ഓടണ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് മാരി കേസിലൊക്കെ കംപ്ലയിൻറ്റ്സ് വന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ള റീസൺ. ക്ലച്ചിനകത്ത് തന്നെ കേട്ടോ. പിന്നെ നമുക്കത് പിന്നെ മാത്രം മാറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഹോളും കൂടി ഓവലായേക്കണം കൊണ്ട് ഈ വീലും പിന്നും റോളറും കൂടി മാറ്റിയാലാണ് അത് പെർഫെക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ വീല് മാത്രം മാറ്റിയാൽ മതി. അതല്ല ഇനി കിടന്ന് ഓടും തോറും ഈ വീലും ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതെന്തായാലും അതിനകത്ത് ഉൾപ്പെടുത്താം. മറ്റൊരു എസ്റ്റിമേറ്റിനകത്ത് പറയാം എത്ര എസ്റ്റിമേറ്റ് വരുമെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. കിക്കർ കവറൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ ഒന്ന് റീസ് ചെയ്താൽ മതി. കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നിർത്താം നമുക്ക് കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ചോക്ക് കേബിളിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. ചോക്ക് കേബിൾ നമുക്ക് മാറണം. കാരണം ഇപ്പോൾ ചോക്ക് താഴേക്ക് ഓഫായിരിക്കുന്ന കണ്ടീഷനിലും ഇവിടെ വരുമ്പോഴത്തേക്കും ഇത്രയും വലിഞ്ഞ് നിൽക്കുക. ഈ സ്റ്റെപ്പിലേക്ക് കയറി കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വലിച്ചു വയ്ക്കണം. ഇങ്ങനെ വലിച്ചു വയ്ക്കുമ്പോൾ അവിടെ ചോക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പെട്രോൾ കൂടുതൽ ഇറങ്ങി ചെല്ലും, പ്ലഗ് അടിച്ചു പോകും. അതാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ചോക്ക് കറക്റ്റ് ഓഫ് ആവണമെങ്കിൽ ഇത്രയും കൊണ്ട് ഇറക്കി വയ്ക്കണം. അപ്പോൾ അത് നമുക്ക് ഔട്ടർ വലിഞ്ഞതുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നേക്കുന്നത്. അപ്പോൾ ആ ചോക്ക് കേബിളൊക്കെ ഇവിടെ മാറ്റിയിടാം. ആക്സിലേറ്റർ കേബിളൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം അത് നിൽക്കട്ടെ, നമുക്ക് അടുത്ത സർവീസിലൊക്കെ മാറ്റിയാൽ മതി. കാരണം എല്ലാം കൂടി വരുമ്പോൾ ഒരു എമൗണ്ട് കൂടുതൽ വരും എന്നതുകൊണ്ട് ഒഴിവാക്കണതാണ് അതൊക്കെ. പിന്നെ എന്താ പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഈ സസ്പെൻഷൻ്റെ ബുഷുകൾ പോയി കിടക്കുന്നുണ്ട്.
ഇത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോപ്പർ ടൈപ്പ് ബുഷാണ് വരാം ലിങ്കിന് വന്നത്. മാറ്റുമ്പോൾ നമുക്കതൊരു സെറ്റായിട്ടാണ് വന്നെ. അത് രണ്ട് സൈഡിലത്തെയും കൂടി ഒരുമിച്ച് മാറ്റണം നമുക്ക് കേട്ടോ. പിന്നെ കുഷൻ അസംബ്ലിയുടെ ആയാലും ആ ബുഷ് നമുക്കത് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെയുള്ളത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനാണ്. ഫ്രണ്ട് ബ്രേക്കൊന്നും തീരെ ഉണ്ടായില്ല. നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ ആയാലും ലൈനറൊക്കെ മാക്സിമം എൻഡിലാണ് കിടക്കുക. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറും കൂടി കൂട്ടത്തിൽ മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2021 മോഡൽ ആംറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയുമ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മളതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.80 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. 2021 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2024 എൻഡ് കൂട്ടിയാലും നമുക്ക് ഏകദേശം 3 വർഷം പഴക്കമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. ഈ റെഡ് ലൈറ്റാണ് തെളിഞ്ഞേക്കണേ, ഡാമേജ് ആയിട്ടാണ് കാണിച്ചേക്കണേ. പക്ഷേ നമുക്കിപ്പോൾ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ പ്രശ്നം വരാം. കാരണം ഇപ്പോൾ നമ്മളെ ബെൻഡെക്സിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ബെൻഡെക്സ് നമ്മൾ എന്തെങ്കിലും മാറ്റിയിടും. അപ്പോൾ സെൽഫ് ആ ഭാഗം ഓക്കെയാവും. പക്ഷേ ഈ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് വീണ്ടും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും. അപ്പോൾ സെൽഫ് എടുക്കാണ്ട് വരുമ്പോൾ അറിയാം ബാറ്ററി പോയേക്കണമെന്നുള്ള ദിവസം മനസ്സിലാക്കുക, ബാറ്ററി മാറ്റി വെച്ചാൽ മതി. കാരണം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഓൾറെഡി വോൾട്ട് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുമെങ്കിലും സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള ആംബിയർ മാച്ച് ചെയ്താൽ മാത്രമാണ് സെൽഫ് മോട്ടർ എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യുന്നത് സെൽഫ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടായിരിക്കും ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് നമുക്ക് വരാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് ഫോം ടൈപ്പാണ്, അതൊക്കെ പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ എൻജിൻ ഓയിൽ നോക്കിയായിരുന്നു, ഓയിൽ നല്ല ഓയിലാണ് കിടക്കുന്നത്. അത് ഓയിൽ തൽക്കാലം മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളത് നമുക്ക് ഈ താക്കോൽ സെറ്റ് ഉണ്ടല്ലോ, ഈ താക്കോൽ സെറ്റ് ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ചില സമയങ്ങളിൽ ഓണാക്കി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ പതുക്കെ സ്വിച്ച് ഒന്ന് അനക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് കീ സെറ്റിൻ്റെ കംപ്ലയിൻ്റാണ്. കീ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേപോലെ വന്ന യൂണിറ്റാണ്. അത് ഈ മോഡലിൻ്റെ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യൽ നടക്കില്ല. അപ്പോൾ അതിൻ്റെ കോൺടാക്റ്റിനകത്ത് നമുക്ക് കോൺടാക്റ്റ് ക്ലീനർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു സ്പ്രേ ആണ്, അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. പക്ഷേ 100% സക്സസ് ആവണമെന്നൊന്നുമില്ല, പുതിയതിൻ്റെ ഒരു ഫീല് കിട്ടുകയൊന്നുമില്ല. അപ്പോൾ കീ സെറ്റിൻ്റെ കംപ്ലയിൻറ്റ് ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതലായിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ കീ സെറ്റായിട്ട് തന്നെ മാറ്റി വയ്ക്കണമായിരിക്കും ബെറ്റർ കേട്ടോ. കീ അസംബ്ലി സെറ്റായിട്ട്, അതായത് താക്കോലിൻ്റെയും സീറ്റ് തുറക്കുന്നതിൻ്റെയൊക്കെ ഒരുമിച്ചുള്ള കീ സെറ്റായിട്ട് വരുന്നുണ്ട്. അതങ്ങനെ മാറ്റണതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് ഉൾപ്പെടുത്തി ഞാൻ ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കംപ്ലയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. അതിനുശേഷം വാട്സാപ്പിനകത്തേക്ക് തന്നെ നമ്മൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ട്. ആ എസ്റ്റിമേറ്റും കൂടി ഒത്തു നോക്കാം. നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഒരു റിപ്ലൈ ഇടാം. അത് റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നോക്കാം, വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് റിപ്ലൈ പറയാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.